നമസ്കാരം. മലയാളി വാർത്താ ടോക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനെ കഴിഞ്ഞ ദിവസം ശുചിമുറിയിൽ തൂങ്ങി മരിക്കാനുള്ള അല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന വിവരങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതൊരു തൂങ്ങി മരിക്കാനുള്ള ശ്രമം മാത്രമായിരുന്നോ, മറിച്ച് എന്തെങ്കിലും ആണോ എന്ന ഒരുപാട് സംശയങ്ങൾ ഉളവാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ആശുപത്രിയിൽ നിന്ന് വരുന്നത്. അതായത് ഹൃദയത്തിനും തലച്ചോറിനും ക്ഷതമേൽക്കുന്നു. അപ്പോ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയുടെ തലച്ചോറും അതുപോലെ തന്നെ ഹൃദയവും ഒക്കെ അതിനൊക്കെ ക്ഷതമേൽക്കുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം ഇവിടെ ശക്തമാകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊരു ഒരു ആത്മഹത്യാ ശ്രമം മാത്രമാണോ എന്നൊരു ചോദ്യങ്ങളിൽ ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉയരുന്നുണ്ട്. ശരിക്കും എന്താണ് ഒരു വിശകലനം ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? ഒരു ആത്മഹത്യാ ശ്രമമാണോ, മറിച്ച് എന്തെങ്കിലും ആണോ, എന്താണ്? ഇപ്പോ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നാലും ജയിൽ സൂപ്രണ്ടിനോട് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. കാരണം ഇത്രയും സുരക്ഷ ഏർപ്പെടുത്തിയിരുന്ന ഒരു പ്രതി ഒരു ആത്മഹത്യ ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇപ്പോൾ ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ഈ അഫാൻ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് എന്ന അടക്കമുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ കൃത്യമായി, അതായത് അഫാന് എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ അഫാന്റെ ഇപ്പോഴത്തെ ഒരു ശാരീരിക നില എന്താണെന്നതോ സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിരുന്നില്ല. ഒടുവിലാണ് ഡോക്ടേഴ്സ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അബോധാവസ്ഥയിലായിരുന്നു. 3 തവണ അപസ്മാരം ഉണ്ടായി. തുടർന്ന് അവര് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത്. തലച്ചോറിനും ഹൃദയത്തിനും സാരമായ ക്ഷതമാണ് ഏറ്റതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പൊ തലച്ചോറിനും ഹൃദയത്തിനും സാരമായ ക്ഷതം ഏൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലും മർദ്ദിച്ചത് കൊണ്ടുണ്ടായ ഒരു ക്ഷതമാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൃദയത്തിലും തലച്ചോറിനും സ്വയമേ അഫാൻ മുറിവ് ഏൽപ്പിക്കുമോ അല്ലെങ്കിൽ ക്ഷതം ഏൽപ്പിക്കുന്ന തരത്തിലേക്ക് പോകുമോ എന്ന് നമുക്കറിയില്ല. കാരണം പലപ്പോഴായിട്ട് ആത്മഹത്യ പ്രവണത കാണിച്ചിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ തലച്ചോറിനും ഹൃദയത്തിനും സാരമായ ക്ഷതം ഉണ്ടാകാനും മാത്രമായിട്ട് അഫാൻ എന്താണ് അവിടെ കാണിച്ചത്, അല്ലെങ്കിൽ അഫാൻ എന്താണ് അവിടെ സംഭവിച്ചത്? കാരണം അഫാൻ ഒരു മറ്റൊരു പ്രതിക്കൊപ്പമാണ് ഒരു സെല്ലിൽ കഴിഞ്ഞിരുന്നത്. കൃത്യമായ നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഞായറാഴ്ച ഒരു മെന്റൽ റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഇവർക്ക് ഈ TV കാണിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ടോയ്ലറ്റിൽ പോകണമെന്ന് ആവശ്യപ്പെടുന്നതും പിന്നെ കൂടെ ഉണ്ടായിരുന്ന സഹതടവുകാരൻ ഫോൺ വിളിക്കാനായി പുറത്തേക്ക് പോയ ആ ഒരു സമയത്ത് ഈ ഇറങ്ങി ഓടി ഈ ഉണക്കാണ്ടിരിക്കുന്ന മുണ്ടെടുത്തുകൊണ്ട് ശുചിമുറിയിലേക്ക് പോയി ആത്മഹത്യാ ശ്രമം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അപ്പോൾ ഈ പ്രത്യേകം, അതായത് ഈ ജയിലിനുള്ളിലെ മറ്റൊരു ജയിൽ എന്നാണ് ഈ UTB ബ്ലോക്കിന് പറയുന്നത് തന്നെ. അപ്പൊ അഫാൻ അടക്കം 2 പേർ മാത്രമായിരുന്നു അത് സെല്ലിൽ ഉണ്ടായിരുന്നത്. സഹതടവുകാരനോട് അഫാനെ നിരീക്ഷിക്കാനൊക്കെ ചുമതല ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ പോലീസിന്റെ വിശ്വസ്തൻ കൂടിയാണ് ഇയാൾ. അപ്പോൾ ഇത്തരത്തിലൊരു ക്ഷതം ആണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സംശയകരമായ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ തലച്ചോറിനും ഹൃദയത്തിനും ക്ഷതമേറ്റിരിക്കുന്നത്? എന്തായിരുന്നാലും കഴുത്തിലെ ഞരമ്പുകളിലേക്ക് അടക്കം ഇപ്പോൾ പ്രശ്നമുള്ളതായിട്ടാണ് ഡോക്ടർമാർ പറയുന്നത്. കാരണം കഴുത്തിലെ ഞരമ്പുകൾക്ക് പ്രശ്നം ഭാഗമായിട്ടാണ്. അതെ, തൂങ്ങിയത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് വിലയിരുത്താവുന്നതാണ്. പക്ഷെ എങ്ങനെ തലച്ചോറിലും അതുപോലെ ഹൃദയത്തിലും ക്ഷതം പറ്റിയെന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. മറ്റെന്തെങ്കിലുമാണോ അവിടെ സംഭവിച്ചത്? ഇനി ഈ തടവുകാർ തമ്മിൽ തല്ലുകൂടുന്ന അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലുമാണോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ശക്തമാകുന്നുണ്ട് അല്ലേ? അതെ. കൂടാതെ ഈ വിഷാദ രോഗത്തിന് അടിമയായിരുന്നു ഈ അഫാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ വിഷാദ രോഗത്തിന് ഡോക്ടർമാരെയൊക്കെ കണ്ടിരുന്നു. ആത്മഹത്യാ പ്രവണത പലപ്പോഴായി കാണിച്ചിരുന്നു. അപ്പൊ സദാസമയം ജയിലിൽ അധികൃതർ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു അഫാൻ. ഇപ്പോൾ വെന്റിലേറ്ററിൽ കഴിയുന്ന അഫാന്റെ ആരോഗ്യനില അതീവ ഗുരുതരം എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാരണം കഴുത്തിൽ ഈ തൂങ്ങി മരിക്കാനുള്ള ശ്രമത്തിനിടെ കഴുത്തിലെ ഞരമ്പുകൾക്കൊക്കെ മാരകമായാണ് പരിക്കേറ്റിട്ടുള്ളത്. അബോധാവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. സാധാരണ ജീവിതത്തിലേക്ക് ഇനി അഫാനെ കൊണ്ടുവരാൻ ഡോക്ടർമാർ തീവ്ര പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഓർമ്മശക്തി തിരികെ കിട്ടാൻ ചികിത്സയൊക്കെ തുടരേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. കാരണം ഇപ്പോൾ ഓർമ്മയില്ലാതെയാണ് കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓർമ്മശക്തി ഇനി തിരികെ കിട്ടാൻ ചികിത്സ തുടരേണ്ടി വരും. കൂടാതെ ശാരീരികമായ മറ്റു പല ബുദ്ധിമുട്ടുകളും അഫാൻ ഉണ്ടാകും. കൂടാതെ അപസ്മാരം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതെ, ഇനിയിപ്പോ ഈ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നതെന്ന് പറഞ്ഞു. അഥവാ ഇപ്പോൾ ഈ ഇതിനെ തരണം ചെയ്ത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാലും 3-4 മാസം ഈ ചികിത്സ തുടരേണ്ടി വരും. അതായത് 48 മണിക്കൂർ വെന്റിലേറ്ററിൽ നിരീക്ഷണത്തിന് ശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് കടക്കുക. അപ്പൊ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ്
ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഈ പിതാവിനെ റഹീമിനെ ഈ വിവരമൊക്കെ അറിയിച്ചിരുന്നു. പക്ഷെ അവർ കാണാൻ കൂട്ടാക്കിയിട്ടില്ല. കാരണം പിതാവിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതായത് അവൻ എന്താണ് ചെയ്തത് എന്ന് അവൻ അറിയാം, അപ്പൊ അവൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ, ആ ഒരു രീതിയിലാണ്. അതായത് തള്ളുന്ന, അദ്ദേഹം തുടക്കം മുതൽ സ്വീകരിച്ചിരിക്കുന്നത് അഫാനെ തള്ളുന്ന ഒരു നിലപാട് തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു നിലപാടിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതിൽ കൂടുതൽ ഒന്നും തനിക്ക് പറയാനില്ല. അഫാൻ എന്ത് ചെയ്തോ അതിനുള്ളത് അവ അനുഭവിക്കണം, ആ ഒരു നിലപാടിലാണ് ആ പിതാവായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഏറെ നിർണായകമായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ കേസിൽ എന്തായാലും അഫാന്റെ ആരോഗ്യനില ഈ ഒരു കേസുകളെയൊക്കെ ബാധിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ്. കാരണം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. 3 ഘട്ടമായാണ് കുറ്റപത്രം സമർപ്പിക്കുക. അതിൽ ആദ്യഘട്ടം കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. ഇതിനിടെയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാശ്രമം ഉണ്ടായത്. അപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങിയാൽ പ്രതിയുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണ്. അപ്പോൾ ഓർമ്മശക്തി നഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇത് വിചാരണയെ ബാധിക്കും. കാരണം നമുക്കറിയാം, പിതാവ് വിദേശത്ത് കുടുങ്ങിയപ്പോൾ ഈ കുടുംബത്തിന് 48 ലക്ഷം രൂപയുടെ കടം പെരുകി എന്നാണ് പറഞ്ഞത്. ഇതേ തുടർന്ന് കുടുംബത്തിനുള്ള ബന്ധുക്കളോടടക്കം സഹായം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇത് ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഈ ഉറ്റവരെയൊക്കെ തന്നെ കൊലപ്പെടുത്തി ഒരു ആത്മഹത്യാ ശ്രമം നടത്താൻ ശ്രമിച്ചത്. പക്ഷെ ഉമ്മ രക്ഷപ്പെടുകയായിരുന്നു. ഉമ്മ 2 തവണയാണ് ഈ ഒരു കൊലപാതക ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കീഴടങ്ങുമ്പോൾ പോലും എലിവിഷം കഴിച്ച ആത്മഹത്യക്ക് ഈ അഫാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ വിഷാദ രോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പലപ്പോഴായിട്ട് ആത്മഹത്യാ പ്രവണത കാണിച്ചിട്ട് പറഞ്ഞത്. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിൽ ആത്മഹത്യാ പ്രവണത കാണിച്ച ഒരു വ്യക്തിയാണ് അഫാൻ. ഇപ്പൊ ഒരു 3ാമത്തെ വട്ടമാണ് ഈ ഒരു ആത്മഹത്യാ ശ്രമം നടക്കുന്നത് തന്നെ. 4ാമത്തെ വട്ടം. അതെ, 4ാമത്തെ വട്ടം. അപ്പൊ ഈ 4ാമത്തെ വട്ടം അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് അഫാൻ എന്ന് പറയുമ്പോൾ പോലും തന്റെ മകൻ എന്താണ് ചെയ്ത തെറ്റ് എന്ന് തീർച്ചയായിട്ടും അറിയാം. അവൻ അത് അനുഭവിച്ചേ പറ്റൂ എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് പിതാവ് റഹീം. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ 2 മക്കളും എനിക്കിപ്പോൾ മരിച്ച ഒരു അവസ്ഥയിൽ തന്നെയാണ്. ഒരു കാരണവശാലും ഈ അഫാനെ കാണാനോ അവനെ പുറത്തിറക്കാനോ താൻ ശ്രമിക്കില്ല എന്ന് തന്നെയാണ് ആ പിതാവ് തുടക്കം മുതൽക്കേ തന്നെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു നിലപാട് തന്നെയാണ്, ഇത്രയും സീരിയസ് ആയിട്ട് മകൻ കിടക്കുകയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം എടുക്കുന്ന ഒരു നിലപാടെന്നുള്ളത്. അതെ, ഈ ഒരു ഗുരുതരാവസ്ഥ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അപ്ഡേഷൻ ഒന്നും, അതായത് പുരോഗതി ഉണ്ടോ എന്ന തരത്തിലുള്ള അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഗുരുതരാവസ്ഥയിൽ തന്നെ അഫാൻ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് MICUവിലേക്ക് മാറ്റുമ്പോൾ അത് എത്രത്തോളം ഗൗരവതരമാണെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ചികിത്സയിലായിരിക്കുന്നത്. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലെ UT ബ്ലോക്കിലായിരുന്നു ഈ പ്രതി. അതായത് ജയിലിനുള്ളിലെ ജയില് എന്ന് പറയപ്പെടുന്ന ഒരു ബ്ലോക്കാണ് UTB ബ്ലോക്ക്. അപ്പോ ഇവിടെയായിരുന്നു അഫാനെ പാർപ്പിച്ചിരുന്നത്. അപ്പോ എന്തായാലും എന്താണ് അവിടെ സംഭവിച്ചത്? ശുചിമുറിയിലാണോ അതോ സെല്ലിനുള്ളിലാണോ? എന്തായാലും ഒരുപാട് സംശയങ്ങൾ ഉളവാകുന്നുണ്ട് ഈ ഒരു. അതെ, 7 സെല്ലുകളാണ് ഈ UTB ബ്ലോക്കിലുള്ളത്. ഇവിടെ CCTV നിരീക്ഷണമുണ്ട്. ഇതിന് പുറമെ 24 മണിക്കൂർ വാർഡന്മാരുടെ നേരിട്ടുള്ള നിരീക്ഷണം കൂടിയുള്ള ഒരു മേഖലയാണ്. ഇതിനിടയിലാണ് ഈ ഒരു സഹതടവുകാരനെ കൂടെ അഫാനെ നോക്കണം എന്നുള്ള ഒരു ചുമതല ഏൽപ്പിച്ചിരുന്നത്. ഇതിനിടയിലാണ് എല്ലാവരുടെ കണ്ണുകളും വെട്ടിച്ചുകൊണ്ട് അഫാൻ ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന് പറയുന്നത്. പക്ഷേ ഈ ആത്മഹത്യാ ശ്രമം നടത്തി എന്ന് പറയുമ്പോൾ പോലും നമുക്ക് സംശയകരമായി തോന്നുന്നത് എങ്ങനെയാണ് ഈ ക്ഷതമേറ്റത്? അതും ഹൃദയത്തിനും ഒരു അടിയോ അല്ലെങ്കിൽ അല്ലെ വീഴ്ചയോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ മാത്രമല്ലേ ആ രീതിയിൽ സംഭവിക്കുള്ളൂ എന്ന ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. അപ്പൊ ഇപ്പോ ആത്മഹത്യാ ശ്രമം മുണ്ടെടുത്തിട്ട് ഒരാൾ തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്നു, ആ വ്യക്തിക്ക് ഇത്തരത്തിൽ ഒരു ക്ഷതം വരേണ്ട യാതൊരു സാഹചര്യമില്ല. ഇനി വെട്ടി അല്ലെങ്കിൽ അങ്ങനെയും വരാനുള്ള യാതൊരു സാഹചര്യമില്ല. അപ്പോ അത് കാണുമ്പോൾ അത് തടയാൻ ശ്രമിക്കുന്നവർ സുരക്ഷിതമായിട്ടല്ലേ താഴെ ഇറക്കാൻ നോക്കുള്ളൂ. അപ്പൊ ഈ ക്ഷതം എങ്ങനെ സംഭവിച്ചു? ഇത് അഫാന്റെ ആത്മഹത്യാ ശ്രമം തന്നെയാണോ മറ്റെന്തെങ്കിലും ആണോ എന്നൊരു സംശയത്തിലേക്ക് നയിക്കുന്നത്. അപ്പൊ ആ ഒരു ചോദ്യത്തിന് വ്യക്തമായ ഉത്തരങ്ങൾ കിട്ടുമോ എന്നതും സംശയം തന്നെയാണ്. എന്തായാലും ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്നാണ് നമുക്ക് ഈ ഒരു റിപ്പോർട്ട്. ഉണ്ടാകില്ല എന്നല്ല, തീർച്ചയായിട്ടും നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വീഴ്ച വന്നിട്ടില്ല എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും വീഴ്ചയില്ല, ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് വന്നിരിക്കുന്ന ഇത്തരത്തിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഒരു പ്രതിയാണ്. കാരണം 5 പേരെ കൊലപ്പെടുത്തിയ പ്രതിയാണ്, വിചാരണ തടവുകാരനാണ്. ഇതിനിടയ്ക്ക് വീഴ്ച വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് റിപ്പോർട്ട് കൊടുത്തത് പക്ഷേ ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഒന്നും സംഭവിച്ചില്ല എന്ന റിപ്പോർട്ട് വന്നു എന്ന ഒരു വിവരം വന്നിരുന്നു. അതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയില്ലെങ്കിൽ പോലും അത്തരത്തിലൊരു വന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അല്ലെ?
അതെ, എന്തായിരുന്നാലും പലപ്പോഴായിട്ട് താൻ ആത്മഹത്യ ചെയ്യുമെന്ന് തന്നെയാണ് അഫാൻ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം തന്നെയാണോ ഇത്, അഥവാ ഇത്തരത്തിൽ അതായത് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൃത്യത്തിന് ക്ഷതമേൽക്കുമോ, ആരെങ്കിലും പെരുമാറിയതാകാനാണോ സാധ്യത എന്നതടക്കം നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അടക്കം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ സാധ്യത എന്നാണ് പലരും പറഞ്ഞു വെക്കുന്നതും. എന്തായിരുന്നാലും ആ പിതാവിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് ഓർത്തും പലരും കമന്റുകൾ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രത്തോളം എങ്ങനെയായിരുന്നാലും സ്വന്തം പുത്രനാണ്, അപ്പോൾ ഒരു മകൻ ഇങ്ങനെ ആയതിൽ ഖേദിക്കുന്നുണ്ട്. ഒരു അമ്മയ്ക്കും അച്ഛനും ഇത്തരത്തിലൊരു അവസ്ഥ കൊടുക്കരുത്. അവരുടെ അവസാന കാലത്ത് മക്കൾ അവർക്ക് കൂടെ ഉണ്ടാകണമെന്നാണ് ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുക. പക്ഷെ അത്തരത്തിലൊരു അവസ്ഥയല്ല ഇപ്പോൾ ഈ റഹീമിനും അമ്മ ഉമ്മ ഷെമിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ദാരുണമായ ഒരു അവസ്ഥയിലൂടെയാണ് ആ കുടുംബം പോലും കടന്നു പോകുന്നത്. അതിനൊക്കെ കാരണക്കാരൻ ഈ പറയുന്ന അഫാൻ തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും ഇനി അഫാന്റെ മുന്നോട്ടുള്ള ഒരു അവസ്ഥ? കാരണം അതീവ ഗുരുതരാവസ്ഥയിലാണ്. അഫാന് മറ്റെന്തെങ്കിലും അപായം സംഭവിക്കുമോ, അല്ലെങ്കിൽ അഫാൻ ഇതിലേക്ക് തരണം ചെയ്തു വരുമോ? ഇനി മൊഴിയെടുക്കാൻ ശ്രമിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഈ ആശുപത്രി കിടക്കയിൽ നിന്നൊരു മൊഴി. പക്ഷെ അത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ആയതുകൊണ്ട് തന്നെ അത് കഴിയില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. തീർച്ചയായിട്ടും ചിലപ്പോൾ അത് ഇന്ന് മൊഴിയെടുക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരും മണിക്കൂറിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകളൊക്കെ വരും. അതെന്താണെന്ന് നമുക്ക് നോക്കാം.